ഇസ്മായിലിനെതിരെ നടപടിയെടുത്തതോടെ CPIയിൽ പൊട്ടിത്തെറി. CPIയിലെ MLA അടക്കം നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. CPIയിൽ വിമത നീക്കം ശക്തമാണ്. ഒരു കാലത്ത് CPIയുടെ കരുത്തനായ നേതാവായിരുന്നു KE ഇസ്മായിൽ. വെളിയം ഭാർഗവൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPIയെ നിയന്ത്രിച്ചിരുന്നത് KE ഇസ്മായിലായിരുന്നു. CPIയുടെ മുഖപത്രമായ ജനയുഗം പുനഃപ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്തതും KE ഇസ്മായിലായിരുന്നു. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം ശേഖരിച്ചാണ് ജനയുഗം പത്രം പുനഃപ്രസിദ്ധീകരിച്ചത്. CPIക്ക് വേണ്ടി ഫണ്ടിങ് നടത്തിയിരുന്നത് അക്കാലത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന KE ഇസ്മായിലായിരുന്നു. KE ഇസ്മായിലിനെതിരെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം നടപടി എടുത്തിരിക്കുന്നു. ഇതോടുകൂടി CPIയിൽ വിമത നീക്കം ശക്തമായിരിക്കുന്നു. CPI നേതാക്കളും CPI MLAയും കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. പട്ടാമ്പി MLA മുഹമ്മദ് മൊഹ്സിൻ ഇസ്മായിലിൻ്റെ വലം കൈയാണ്. ഇസ്മായിലിനെതിരെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ച നടപടിയിൽ അദ്ദേഹം അതൃപ്തനാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. കുറേ കാലമായി CPIയുടെ ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുഹമ്മദ് മൊഹ്സിൻ. ഔദ്യോഗിക പക്ഷത്തിന് നേരെ അദ്ദേഹം ഇടഞ്ഞു നിൽക്കുക മാത്രമല്ല, സ്വന്തമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സ്വന്തം ശൈലിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പട്ടാമ്പി CPI നിലനിർത്തുന്നത് മുഹമ്മദ് മൊഹ്സിൻ്റെ കഴിവ് കൊണ്ടാണ്. ഇടതുപക്ഷ വോട്ടുകൾ മാത്രമല്ല, കോൺഗ്രസ് വോട്ടുകളും തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരുന്നു ഒരിക്കൽ മുഹമ്മദ് മൊഹ്സിൻ. അത് CPIയിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കി. മുഹമ്മദ് മൊഹ്സിനെതിരെ നടപടിയെടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു അക്കാലത്ത് CPI. എന്തായാലും മുഹമ്മദ് മൊഹ്സിൻ ഇസ്മായിലിൻ്റെ വലം കൈയാണ്. ഇസ്മായിലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട്. അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിൻ്റെ പ്രാധാന്യം, ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള പ്രാധാന്യം എടുത്തു പറഞ്ഞ യുവ നേതാവാണ്. CPIയുടെ യുവ മുഖമാണ്. പട്ടാമ്പി MLA ആണ്. അദ്ദേഹമാണ് ഇസ്മായിലിനെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്, കോൺഗ്രസിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. മറ്റൊരു നേതാവ് BS സുനിൽകുമാറാണ്. സുനിൽകുമാറിന് പരിഭവമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ വിജയിക്കുമെന്ന് എല്ലാ സർവേകളും, പൊളിറ്റിക്സ് കേരള അടക്കമുള്ള എല്ലാ സർവേകളും പറഞ്ഞിരുന്നു. പക്ഷേ CPM തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന ആരോപണമാണ് സുനിൽകുമാറിന് ഉള്ളത്. CPM പ്രവർത്തകർ വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചു എന്ന ആരോപണം അദ്ദേഹം ശക്തമായി CPI സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരുന്നു. BS സുനിൽകുമാറിനും മടുത്തിരിക്കുന്നു CPI. മാത്രമല്ല, ഇസ്മായിലിൻ്റെ വലം കൈ കൂടിയാണ് BS സുനിൽകുമാറും മുഹമ്മദ് മൊഹ്സിനും CPIയുടെ യുവത്വത്തിൻ്റെ മുഖങ്ങളാണ്. ഇവർ രണ്ടുപേരും CPI ഔദ്യോഗിക നേതൃത്വത്തോട് കലഹിച്ച് നിൽക്കുകയാണ്. CPIയെ ബിനോയ് വിശ്വം CPMൻ്റെ അടിമയാക്കി മാറ്റുന്നു എന്ന ആരോപണം KE ഇസ്മായിലിനുണ്ട്. ആ ആരോപണം തന്നെയാണ് മുഹമ്മദ് മൊഹ്സിനും BS സുനിൽകുമാറും ഒക്കെ ആവർത്തിക്കുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രനുണ്ടായ ദയനീയ പരാജയമാണ്. 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പന്ന്യൻ രവീന്ദ്രൻ. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് MP ആയിരുന്നു പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കാനിറങ്ങിയപ്പോൾ CPM പ്രവർത്തകർ വേണ്ട വിധം പ്രവർത്തിച്ചില്ല എന്ന ആരോപണം നിലനിന്നിരുന്നു. ഒരു ഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഇക്കാര്യം പിണറായി വിജയനോട് നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് പന്ന്യൻ രവീന്ദ്രന് വേണ്ടി CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. എങ്കിലും പന്ന്യൻ രവീന്ദ്രൻ്റെ ഇലക്ഷന് ഉടനീളം പ്രശ്നം ഉണ്ടായിരുന്നു. വേണ്ടത്ര ഫണ്ട് അദ്ദേഹത്തിന് നൽകാൻ LDFന്, പ്രത്യേകിച്ചും CPMന് കഴിഞ്ഞില്ല. CPIക്ക് ഫണ്ട് കൊടുക്കാനുള്ള നിവൃത്തിയും ഇല്ലായിരുന്നു.
ഒടുവിൽ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഫണ്ട് നൽകുകയായിരുന്നു. അങ്ങനെ പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് നിർത്തി ദയനീയമായി പരാജയപ്പെടുത്തി. ആ ദയനീയ പരാജയത്തിന് പിന്നിൽ CPM പ്രവർത്തകരുടെ തൊഴുത്തിൽ കുത്താണെന്ന് പന്ന്യനും CPIയും ഒക്കെ പറയാതെ പറഞ്ഞിരുന്നു. CPI പല വിധത്തിലുള്ള ഗ്രൂപ്പുകൾ ഇല്ലാത്ത പാർട്ടിയായിരുന്നു ഒരു കാലത്ത്. എന്നാൽ പിന്നീട് CPIയിൽ പല വിധത്തിലുള്ള ഗ്രൂപ്പുകൾ വന്നു. പാർട്ടിക്ക് അതീതമായി അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി നേതാക്കൾ. അടുത്ത കാലത്ത് C. ദിവാകരൻ, CPIയുടെ മുതിർന്ന നേതാവായ C. ദിവാകരൻ, മുൻമന്ത്രി കൂടിയായ C. ദിവാകരൻ തൻ്റെ കനൽ വഴികൾ എന്ന ആത്മകഥയിലൂടെ CPIയുടെ കപടമുഖം വലിച്ചു കീറി. പിന്നീടും അദ്ദേഹം പാർട്ടിക്ക് അതീതമായി പ്രസ്താവനകൾ നടത്തി. KE ഇസ്മയിലും അതുപോലെ തന്നെയാണ്. KE ഇസ്മയിൽ CPIയുടെ മുതിർന്ന നേതാവാണ്. ഒരു കാലത്ത് CPIക്ക് വേണ്ടി ഫണ്ടിങ് നടത്തിയിരുന്ന പ്രധാന വ്യക്തിയാണ്. KE ഇസ്മയിലിനെതിരെ നടപടിയെടുത്തത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. മുഹമ്മദ് മൊയ്സിനെ പോലെയുള്ള യുവനേതാവ് കോൺഗ്രസിലേക്ക് പോകുന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. CPIയിൽ അവശേഷിക്കുന്ന ബുദ്ധിജീവികളിൽ ഒരാളാണ് മുഹമ്മദ് മൊയ്സിൻ എന്ന പട്ടാമ്പി MLA. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇസ്മയിലിൻ്റെ വലം കൈയായ VS സുനിൽകുമാറും CPI നേതൃത്വത്തോട് ഇടഞ്ഞ് നിൽക്കുകയാണ്. ഇസ്മയിലിൻ്റെ കൂടെയുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിലുണ്ട്. ഇസ്മായിലിനോട് അനുഭാവം പുലർത്തുന്ന നേതാക്കൾ ഇപ്പോഴുമുണ്ട്. അവർ വിമത നീക്കം ആരംഭിച്ചിരിക്കുന്നു. PKVയുടെയും CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും ഒക്കെ കാലത്ത് ഏകശിലാ ഫലകം പോലെ നിന്ന പാർട്ടിയാണ് CPI. LDFിനകത്ത് ഒരു തിരുത്തൽ ശക്തിയായി നിലനിന്ന പാർട്ടിയാണ് CPI. CPMനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന നേതാക്കളായിരുന്നു PKVയും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഒക്കെ. അക്കാലത്ത് CPIക്ക് ഒരു തിരുത്തൽ വാദത്തിൻ്റെ പവർ ഉണ്ടായിരുന്നു. തിരുത്തൽ വാദിയായി LDFിൽ CPI നിലനിന്നിരുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം CPMൻ്റെ അടിമയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. CPMനെതിരെ ശക്തമായ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിവില്ലാതായിരിക്കുന്നു. MN സ്മാരകം ആധുനിക രീതിയിൽ ആഡംബരത്തോടെ പുതുക്കിപ്പണിഞ്ഞത് മാത്രമാണ് അടുത്ത കാലത്ത് CPIക്കുണ്ടായ നേട്ടം. പക്ഷേ താഴെത്തട്ടിലെ CPI അണികൾ അസംതൃപ്തരാണ്. താഴെത്തട്ടിൽ CPI അണികൾ കുറഞ്ഞു വരുന്നു. ഇപ്പോൾ പാർട്ടിയെ വളർത്തണമെങ്കിൽ അണികൾ വേണം. പാർട്ടിയെ വളർത്തണമെങ്കിൽ അണികളെ ഒത്തൊരുമയോടെ നിർത്തണം. ഇതൊക്കെയാണ് CPIക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ മുതിർന്ന നേതാവ് KE ഇസ്മയിലിനെതിരെ ബിനോയ് വിശ്വം തിരിഞ്ഞിരിക്കുന്നത് CPIയിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നു. മുഹമ്മദ് മൊയ്സിൻ, പട്ടാമ്പി MLA മുഹമ്മദ് മൊയ്സിൻ ആ പൊട്ടിത്തെറിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. മുഹമ്മദ് മൊയ്സിൻ കോൺഗ്രസിലേക്ക് പോയാൽ അത് CPIക്ക് വലിയ തിരിച്ചടിയായി മാറും. VS സുനിൽകുമാർ എന്തു തീരുമാനിക്കും? ഇസ്മയിലിൻ്റെ മറ്റൊരു അടുപ്പക്കാരനായ VS സുനിൽകുമാർ എന്തു തീരുമാനിക്കും എന്ന ആശങ്കയും CPIക്കുണ്ട്. മറ്റൊന്ന് ഇടുക്കിയിലെ ബിജിമോളാണ്, ES ബിജിമോൾ. ES ബിജിമോളും ഇസ്മയിലിനോട് കടുത്ത അനുഭാവം പുലർത്തുന്ന നേതാവാണ്. അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഇനി നിർണായകമായി മാറും. എന്തായാലും ഇസ്മയിലിനെതിരെ നടപടിയെടുത്തത് ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു.